ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്തേക്ക് ജനങ്ങളെ കടന്നു വരുന്ന സമയത്ത് ചില ആളുകൾക്ക് അല്ലാഹു വലിയ പ്രത്യേകമായ സ്ഥാനം നൽകുന്നുണ്ട്. സ്വഹാബ, അല്ലാഹുവേ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരാളെ മരണപ്പെട്ട് ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ ആ ഖബറിന്റെ അകത്ത് നിന്ന് മയ്യത്ത് കൈനേറ്റ് വരുന്ന സമയത്ത് ചില ആളുകളുടെ മയ്യത്തിന് അല്ലാഹു വലിയ സുഗന്ധം നൽകുകയാ. അല്ലാഹു വലിയ സുഗന്ധം നൽകുമെന്നാണ്. ആരാണ് നബിയേ? ആരുടെ മയ്യത്താണ് നബിയേ? ഖബറിന്റെ അകത്തിനുള്ള മയ്യത്തിനെ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് വിചാരണക്ക് കൊണ്ടുവരുന്ന സമയോ ചില മയ്യത്തുകൾ ഇറങ്ങി വരുന്ന സമയത്ത് ആ മയ്യത്തുകൾക്ക്, ആ ആളുകൾക്ക് അല്ലാഹു വലിയ സുഗന്ധം നൽകുകയാണ്. ആ സുഗന്ധം നൽകുന്നവരാരാ? ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അത് നോമ്പുകാരന്റെ വായുടെ സുഗന്ധമാണ്. സ്വഹാബ, പവിത്രമായ റമദാനിൽ നോമ്പെടുത്തവരെ, ആ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത ഒരു നോമ്പുകാരന്റെ വായുടെ സുഗന്ധമാണ്. അല്ലാഹുവിന്റെ പരലോകത്ത് വരുമ്പോ കൂടെയുള്ളവനെ ചോദിക്കുകയാണ്, ഇത് എന്തോ ഒരു വലിയ മനോഹരമായ സുഗന്ധമാണ് അല്ലാ, ഇതെന്തൊരു സുഗന്ധമാണ് അല്ലാ, ഈ സുഗന്ധം ആരുടെ അടുക്കൽ നിന്നാണ് വരുന്നത് റബ്ബേ? ഈ വിശാലമായ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകമുണ്ടല്ലോ, ഞാനും നിങ്ങളും നാളെ അല്ലാഹുവിന്റെ ലോകത്ത് വരുമല്ലോ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നാളെ അല്ലാഹുവിന്റെ ലോകത്ത് വരുമല്ലോ. ആ പടച്ച റബ്ബിന്റെ ലോകത്തേക്ക് നാളെ വിചാരണക്ക് നമ്മളെ എല്ലാവരെയും കൊണ്ടുവരുന്ന സമയത്ത് ചില ആളുകളിൽ നിന്ന് വല്ലാത്ത മനോഹരമായ സുഗന്ധമണിക്കുമ്പോ ആ സുഗന്ധം ആർക്കാണ് വരുന്നതെന്നറിയോ? ആരംഭ റസൂലുള്ള പറയുകയാ, അത് നോമ്പുകാരുടെ സുഗന്ധമാണ്. സ്വഹാബ, അത് നോമ്പുകാരുടെ സുഗന്ധമാണ്. സ്വഹാബ, അത് നോമ്പുകാരുടെ സുഗന്ധമാണ്. സ്വഹാബ, തീർന്നിട്ടില്ല. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, നോമ്പുകാരായ ഒരു വിശ്വാസി അല്ലാഹുവിന്റെ പരലോകത്ത് വരുമ്പോ ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു അർ-റയ്യാൻ, അറിവിന്നിലാവിന്റെ നോട്ട് പുസ്തകം എടുത്ത് നിങ്ങൾ എഴുതി വെക്കണേ. അല്ലാഹുവിന്റെ പരലോകത്ത് വരുമ്പോ സുഗന്ധമടിച്ച് പരലോകത്ത് വരുന്നതാരാ? അത് ഈ ദുനിയാവിൽ ഉള്ള നോമ്പെടുത്ത ആണാണ്, പെണ്ണാണ്. അല്ലാഹുവേ, ഞങ്ങൾ ആ വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇവിടെ നിന്ന് നോമ്പെടുത്ത നോമ്പുകാരുടെ സുഗന്ധം നാളെ എവിടെ അറിയാൻ പറ്റും? പരലോകത്ത്. ആ നോമ്പുകാരായ ആളുകൾ പരലോകത്ത് വരുമ്പോ അവര് വരുന്ന ആ ഒരു സ്മെല്ല് നമ്മൾ പറയാറില്ലേ, ഓ മാഷാ അല്ലാ, ഇജിന്ന് എന്ത് അത്രടാ പൂശിയണത് അല്ലേ, ഇജിന്ന് ഏത് അത്ര പൂശിയത് നമ്മൾ ചോദിക്കും. കാരണം എന്താ? വല്ലാത്ത സ്മെല്ല്, നല്ല റാഹത്തുള്ള സ്മെല്ലാണ്. ചില ആളുകൾ നല്ല സ്മെല്ലാണെങ്കിലും ഒന്ന് കളിയാക്കാൻ വേണ്ടിയിട്ട് ചങ്ങായി തേക്കാൻ കണ്ടൊരു അത്ര, ഏതാണത്, എവിടുന്ന് എനിക്ക് കിട്ടി, ആരെയൊക്കെ കൊടുന്നെന്ന്, നല്ല സ്മെല്ലുണ്ടാവും. പക്ഷെ ഇവന് സഹിക്കാൻ കഴിയാറ്റത് ഇപ്പം പറയണം, ഓന് താങ്ങാൻ കഴിയാത്തവൻ പറയണേ, എവിടുന്നാ എനിക്ക് ഈ അത്ര കിട്ടിയത്, എവിടുന്നാ എനിക്ക് നല്ല അത്രയ്ക്കാരം, നല്ല അടിപൊളി അത്രയ്ക്കാരം, എന്നാലും ഇപ്പം വെറുതെ തള്ളി വിടുക, എവിടുന്ന് എനിക്ക് ആരെനിക്കിത് കൊടുന്നെന്ന് ഓന് കിട്ടാത്തോണ്ടേ. അങ്ങനെയല്ല. അപ്പൊ നമ്മൾ പറയാറുണ്ട്, അല്ല ഇന്ന് ഏത് സോപ്പാ തേച്ചത് അല്ലെ? രണ്ടർത്ഥത്തിൽ ചോദിക്കും. ഒന്ന് കുളിച്ചോലോട് ചോദിക്കും, അത് അടിപൊളിയാക്കണല്ലെന്ന്, ഇന്ന് ഏത് സോപ്പാ ചോദിച്ചത്. രണ്ടാമത്തെ തീരെ കുളിക്കാത്ത ആളുകളോടും ചോദിക്കും, അല്ല ഇന്ന് ഏത് സോപ്പാ തേച്ചത്, കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കളിയാക്കിയിട്ടും ചോദിക്കും. അപ്പോ ഇതേ പ്രകാരം പരലോകത്തിൽ നിന്ന് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, മാഷാ അല്ലാഹ്, ഇതാരാണ്, ആരാണ് ഈ വരുന്നത്?
എന്താണ് അവർക്കുള്ള പ്രത്യേകത? എന്തുകൊണ്ടാണ് അവർക്ക് മാത്രം ഇങ്ങനെ ഒരു സുഗന്ധം അങ്ങനെ അടിക്കാൻ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവര് ദുനിയാവിൽ നിന്ന് നോമ്പുകാരാണ്. അസ്സായിമോൻ, അവര് നോമ്പുകാരാണ്, നോമ്പുകാരായിട്ട് പടച്ച റബ്ബിലേക്ക് അടുത്തവരാണ്. ആ നോമ്പുകാരുടെ സ്മെല്ലാണ് നിങ്ങൾ ആസ്വദിക്കുന്നതെന്ന് അല്ലാഹു പരലോകത്തിൽ നിന്ന് തടിച്ചൂടിയ ജനങ്ങളോട് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ നോമ്പുകാരുടെ സ്മെല്ലാണ് നമ്മുടെ വായയുടെ സ്മെല്ലിന് അള്ളാഹുവിന്റെ പരലോകത്ത് നല്ല സുഗന്ധമാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ വാസന നിൽക്കുമ്പോ ചിലപ്പോ കൈക്ക് ഇങ്ങനെ ആക്കിയാണ്ട് ചിലപ്പോ നമ്മള് അറിയും ചിലപ്പോ. കാരണം എന്താ? അത് ഇവിടുത്തെ ഗന്ധമാണ്. പക്ഷെ ആ ഗന്ധം, ആ ഒരു സ്മെല്ല് നാളെ പരലോകത്ത് അള്ളാഹു അത്രയും വലിയ പവറ്, അത്രയും വലിയ മഹത്വം അള്ളാഹുവിന് നൽകുന്നുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ നോമ്പുകാരൻ നാളെ പരലോകത്ത് വരുന്ന സമയത്ത് അവന്റെ വിചാരണയില്ല, അവന്റെ വിചാരണയെല്ലാം എളുപ്പമാവുകയാണ്, അവന്റെ വിചാരണയെല്ലാം അല്ലാഹു എളുപ്പത്തിലാക്കുകയാണ്. എന്നിട്ട് നോമ്പുകാരെ കടന്നു വരുമ്പോ മുത്തുനബി പറയാണ്, ഇന്ന ഫിൽ ജന്നാ, മഹാനായ സഹ്ൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് പറയുകയാ, ഇന്ന ഫിൽ ജന്നാ ബാബൻ യുഖാലു ലഹു റയ്യാൻ എന്ന പേരുള്ളൊരു കവാടം നാളെ സ്വർഗത്തിലുണ്ട് എന്നാണ്. എന്താ അതിന്റെ പേര്? എന്താ കവാടത്തിന്റെ പേര്? റയ്യാൻ. റയ്യാൻ എന്നുള്ള ഒരു മനോഹരമായ പേരുള്ള കവാടം നാളെ സ്വർഗത്തിലുണ്ട്. പേരെഴുതി വെച്ചോളി, റയ്യാൻ. റയ്യാൻ എന്നാണ് ആ കവാടത്തിന്റെ പേര്. ആ കവാടം ആർക്കാണ്? സ്വഹാബാ. യദ്ഖുലു മിൻഹു സായിമൂന യൗമൽ ഖിയാമ. ഈ സുഗന്ധമടിച്ചു വരുന്ന ആളുകൾ ആ കവാടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവർ കടന്നു വരുമ്പോ തന്നെ മനോഹരമായ സുഗന്ധമാണ്. ആ സുഗന്ധമടിച്ച് മനോഹരമായ ജനസാഗരങ്ങൾക്കിടയിലൂടെ കടന്നു വന്നിട്ട് അവർക്കൊരു കവാടം അങ്ങ് തുറന്നു കൊടുക്കുകയാ. ആ കവാടത്തിന്റെ പേരാണ് അർ-റയ്യാൻ. യദ്ഖുലു മിൻഹു സായിമൂന യൗമൽ ഖിയാമ. ആ കവാടത്തിലൂടെ കടന്നു പോകുന്നതാരാ? പരിശുദ്ധമായ റമളാന് നോമ്പ് പിടിച്ചവരാണ് സ്വഹാബാ. പരിശുദ്ധമായ റമളാനിൽ നോമ്പ് പിടിച്ച ആളാണ് സ്വഹാബാ. നോമ്പ് പിടിക്കണം ചെറുപ്പക്കാരാ, നോമ്പ് നോൽക്കണം ഉമ്മമാരെ, നോമ്പ് പിടിക്കണം ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ. പരിശുദ്ധമായ പുണ്യമായ റമളാനിൽ റമളാൻ 30 നോമ്പെടുക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആ കവാടത്തിന് പ്രത്യേകതയുണ്ട്. സ്വർഗത്തിന്റെ ഒരുപാട് കവാടങ്ങളില്ലേ, ആ ഒരുപാട് കവാടങ്ങളിലൂടെ ഒരുപാട് ആളുകളെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ആ കവാടത്തിന് പ്രത്യേകതയുണ്ട്, ആ കവാടത്തിന് പ്രത്യേകതയുണ്ട്. ലാ യദ്ഖുലു മിൻഹു അഹദൻ ഗൈറുഹു. നോമ്പുകാരല്ലാതെ ഒരാളും ആ കവാടത്തിലൂടെ കടക്കൂല സ്വഹാബാ. നോമ്പുകാരല്ലാതെ ഒരാളും ആ കവാടത്തിലൂടെ കടക്കൂല സ്വഹാബാ. നോമ്പ് നോറ്റ ഉമ്മ, നോമ്പ് നോറ്റ ബാപ്പ, നോമ്പ് നോറ്റ ചെറുപ്പക്കാരാ, നോമ്പ് നോറ്റ പെങ്ങളെ, നോമ്പ് നോറ്റ മക്കളെ, അല്ലാഹുവേ അല്ലാഹുവേ, നോമ്പ് നോറ്റ ആളുകൾക്ക് മാത്രം കടക്കാനുള്ള കവാടമാ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തില് റയ്യാൻ എന്ന പേരിൽ അല്ലാഹു തയ്യാർ ചെയ്തു വച്ചിടുന്ന്. ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ മാത്രമല്ല, ആരംഭ റസൂലുള്ളാഹി
പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് നിങ്ങളോട് ഞാൻ പറയട്ടെ. അള്ളാഹുവിന്റെ പരലോകത്തേക്ക് ചില ആളുകളെ കടന്നു വരികയാ. അവർക്ക് വിചാരണ കുറവാണ്, അവർക്ക് വിചാരണ കുറവാണ്. അള്ളാഹുവിന്റെ ലോകത്ത് മാലാഖമാരെ അടുക്കല് അവരെ വിചാരണ ചെയ്യുമ്പോ ഞങ്ങൾ അള്ളാഹുവിന്റെ അതിഥികളാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ അതിഥികളാണ്, അള്ളാഹുവിന്റെ ഗസ്റ്റുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് പരലോകത്തിൽ നിന്ന് വിചാരണ കുറഞ്ഞിട്ട് നാളെ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തേക്ക് കടന്നു പോകുന്നൊരു വിഭാഗമുണ്ട്. അവർക്ക് അള്ളാഹു പ്രത്യേകം ചില ചിറകുകൾ സമ്മാനിച്ചിട്ടുണ്ട്, അവർക്ക് അള്ളാഹു പ്രത്യേകം ചില ചിറകുകൾ സമ്മാനിച്ചിട്ടുണ്ട് സഹാബ. ആ ചിറകുകൾ വിരിത്തിയിട്ട് നാളെ റബ്ബിന്റെ ലോകത്തേക്ക് പരലോകത്തിലൂടെ സ്വർഗീയ ലോകത്തേക്ക് വിചാരണയില്ലാതെ പാറിക്കളിക്കുന്ന പാറിപ്പോകുന്നൊരു വിഭാഗമുണ്ട് സഹാബ. ആ ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിചാരണയില്ലേ, നിങ്ങൾക്ക് വിചാരണയില്ലേ, നിങ്ങൾ ആരാ, നിങ്ങൾ ആരാണ് കൂട്ടരെ, നിങ്ങൾ ആരാണ് കൂട്ടരെ? നഹ്നു സായിമോ ഫീ ശഹരി റമളാൻ, ഞങ്ങൾ റമദാനിൽ നോമ്പെടുത്തവരാ, ഞങ്ങൾ പുണ്യ റമദാനിൽ നോമ്പെടുത്തവരാണെന്ന് അവര് ഉറക്കെ വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അതുകൊണ്ട് ആരെങ്കിലും പരിശുദ്ധമായ റമദാനിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു അവന് പുറത്തു കൊടുക്കുകയാ. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബാ, ആരെങ്കിലും റമളാൻ മാസത്തിൽ പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പെടുത്തു കഴിഞ്ഞാൽ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഞാൻ നോമ്പെടുക്കണമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞ നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും മൻ സ്വാമ, ആരെങ്കിലും അങ്ങനെ നോമ്പെടുത്തു കഴിഞ്ഞാൽ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ, ആ കൽപ്പന ഞാൻ നിറവേറ്റുകയാണ് അള്ളാഹുവിന്റെ അടുക്കലിലുള്ള ഞാൻ പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പെടുത്താൽ എന്റെ പാപങ്ങളെ പൊറുക്കണോ, അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഉള്ള ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ എനിക്ക് പെടണോ എന്ന മനസ്സോടുകൂടെ ആരെങ്കിലും നോമ്പെടുത്ത് കഴിഞ്ഞാ അള്ളാന്റെ ഹബീബ് പറയുകയാണ്, അവൻ ചെയ്തു പോയ പാപങ്ങളില്ലേ, മുൻകാലങ്ങളിൽ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപക്കറകളില്ലേ, ആ പാപക്കറകളെല്ലാം അള്ളാഹു അവർക്ക് മാപ്പാക്കി നൽകുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. നോമ്പുകാരെ, നമുക്ക് അല്ലാഹു വലിയ മഹത്വം നൽകുന്നുണ്ട്. പരിശുദ്ധമായ പുണ്യമായ റമളാൻ മാസം, ഈ റമളാൻ മാസത്തിൽ നോമ്പെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം ഇബാദത്താണ്, നമ്മൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും ഒരു ഇബാദത്താണ്. ഈ റമളാനിന്റെ പ്രത്യേകത എന്താ? ഈ റമളാനിന്റെ പ്രത്യേകത എന്താ? വദുആഹു മുസ്തജാബ. ഈ റമദാനിൽ ആര് പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ അതിനൊക്കെ അല്ലാഹു ഉത്തരം കൊടുക്കുമെന്നാണ്. അതിനെല്ലാം അല്ലാഹു ഉത്തരം നൽകുകയാ, അതിനെല്ലാം അല്ലാഹു ഉത്തരം നൽകുകയാണ്. അതുകൊണ്ട് മുഴുവൻ സമയങ്ങളിലും അല്ലാഹുവിനോട് പറയണം, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് റബ്ബേ, കുറെ തെറ്റുകൾ ഞാൻ ചെയ്തു പോയി അല്ലാ, കുറെ ഹറാമുകൾ ഞാൻ കണ്ടുപോയി അല്ലാ, കുറെ സിനിമ ഞാൻ മൊബൈലിനകത്ത് കണ്ടുപോയി റബ്ബേ, കുറെ സീരിയല് കുറെ കാലം കണ്ടുപോയി റബ്ബേ. അറിവിന്നിലാവ് റമളാനിലാവ് വരുന്നതിന് മുമ്പേ എത്രയോ 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 എപ്പിസോഡുകളാണ് ഞാൻ സീരിയല് കണ്ടത് അല്ലാ, എത്രയോ എപ്പിസോഡുകളാ ഞാൻ ഫിലിം കണ്ടത് റബ്ബേ. ഇന്നതെല്ലാം മാറിയല്ലാ, ഇന്ന് അതെല്ലാം മാറിയല്ലാ.
ഇന്ന് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ മജ്‌ലിസിൽ ഇരിക്കുന്ന കുടുംബമായി ഞങ്ങളെ കുടുംബം മാറി റബ്ബേ. ഇന്ന് സീരിയലിന്റെ ലോകത്തിനുള്ള, സിനിമാ ലോകത്തിനുള്ള, ഹറാമിയത്തിന്റെ ലോകത്തിലുള്ള അല്ലാഹു എന്ന മനോഹരമായ ചിന്താഗതിയിലേക്ക് ഞങ്ങളെ കുടുംബത്തെ ഞങ്ങളെ മജ്‌ലിസിലൂടെ മാറിയിരിക്കുന്നു അല്ലാ. എന്നാലും അന്ന് ഞങ്ങൾ അങ്ങനെ കണ്ടല്ലോ റബ്ബേ, അന്ന് ഞങ്ങൾ അങ്ങനെ കേട്ടല്ലോ അല്ലാ. എല്ലാം അസ്തഗ്ഫിറുല്ലാഹ്, എല്ലാം നീ മാപ്പാക്കണേ, എല്ലാം ഞങ്ങളോട് നീ പൊറുക്കണേ അല്ലാ, എല്ലാം ഞങ്ങളോട് നീ പൊറുക്കണേ അല്ലാ. ഒരുപാട് കാലം ഹറാമ് ചെയ്തവനാണ് റബ്ബേ, കുറെ വ്യഭിചരിച്ചു പോയിട്ടുണ്ട് അല്ലാ. അന്യ പെണ്ണിനോട്, അന്യ ആണിനോട് വ്യഭിചരിച്ചു പോയിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ വഞ്ചിച്ചു പോയിട്ടുണ്ട് അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ അറിയാതെ മറ്റൊരുത്തിയോട് ഞാൻ വ്യഭിചാരം നടത്തിയിട്ടുണ്ട് അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറിയാതെ മറ്റൊരുത്തിനോട് ഞാൻ വ്യഭിചാരം നടത്തിയിട്ടുണ്ട് അല്ലാ. ആണും ആണും പെണ്ണും പെണ്ണും ഒരുപാട് വ്യഭിചരിച്ചിട്ടുണ്ട് റബ്ബേ. എല്ലാത്തിനും അസ്തഗ്ഫിറുല്ലാഹ്, ഈ റമളാൻ മാപ്പാക്കണം അല്ലാ. ഈ റമളാനിൽ മാപ്പാക്കണം അല്ലാ, ഈ റമളാനിൽ മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾക്കറിയാമത് ഹറാമാണെന്ന്, ഞങ്ങൾക്കറിയാമത് തെറ്റാണെന്ന്. മൊബൈലിലൂടെ, വാട്സപ്പിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, ഫേസ്ബുക്കിലൂടെ മറ്റുള്ളവരോട് ഹറാമായ രൂപത്തിൽ ചാറ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം റബ്ബേ. മറ്റുള്ളവരോട് വീഡിയോ കോൾ ചെയ്യുന്നത് ഹറാമാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ. മറ്റുള്ളവരോട് ഹറാമായ കിക്കിളി വർത്തമാനം പറയുന്നത് ഹറാമാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ. പെട്ടുപോയി നാദാ, ചെയ്തു പോയി നാദാ, പറഞ്ഞു പോയി നാദാ, കേട്ടുപോയി നാദാ. എല്ലാം ഈ പുണ്യ റമളാനിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ്. റമളാൻ 27 തൗബ ചെയ്യാമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കാതെ ചെറുപ്പക്കാരാ, മനസ്സുകൊണ്ട് പടച്ച റബ്ബിലേക്ക് ഈ ദിവസം നിന്ന് മാപ്പ് ചോദിക്കണം ചെറുപ്പക്കാരാ. ചെയ്തുപോയ പാപഭാരങ്ങളെ ഒരാളെ മുമ്പിലും പറയാതെ പടച്ച റബ്ബിന്റെ മുമ്പിൽ മാത്രം പറയണം ചെറുപ്പക്കാരാ. ചെയ്തുപോയ പാപക്കെട്ടുകളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ മാത്രം ഇറക്കി വെക്കണം പെങ്ങളെ. അത് മറ്റൊരാളെ മുമ്പിൽ പറഞ്ഞിട്ട് വഷളാക്കണ്ട, അത് മറ്റൊരാളെ മുമ്പിൽ പറഞ്ഞിട്ട് വഷളാവുകയല്ല വേണ്ടത്. എന്ത് പറഞ്ഞാലും മാപ്പ് ചെയ്യാ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ അല്ലാഹ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാല്, മാപ്പ് ചോദിച്ചാലും മാപ്പ് തരാൻ കാത്തു നിൽക്കുന്ന നമ്മുടെ യജമാനനായ അല്ലാഹ്. ആ റബ്ബുണ്ടാകുമ്പോ ആ റബ്ബിനോട് മനസ്സറിഞ്ഞ് പറയണോ, അസ്തഗ്ഫിറുല്ലാഹ്, നീ എന്നോട് പൊറുക്കണേ റഹ്മാനെ, നീ എന്നോട് മാപ്പാക്കണേ റഹ്മാനെ. കള്ളു കുടിച്ചു പോയല്ലോ അല്ലാ, ഇനി കല്ലിലേക്ക് ഞാൻ മടങ്ങൂല. പെങ്ങളെ, നിന്റെ ഭർത്താവിന് ഈ നോമ്പോടെ നിന്റെ ഭർത്താവിന്റെ ലൈഫ് നീ മാറ്റണം മോളെ. നിന്റെ ഈ കാലർ ജീവിതം നീ റമളാനോടോടെ നിങ്ങൾ മാറ്റം വരുത്തണം പെങ്ങളെ. ഇനി നിന്റെ ഭർത്താവ് ഒരിക്കലും മദ്യപാനത്തിലേക്ക് മടങ്ങരുത്, ഇനി ഒരിക്കലും കള്ളിലേക്ക് മടങ്ങരുത്, ഇനി ഒരിക്കലും കഞ്ചാവിലേക്ക് മടങ്ങരുത്, ഇനി ഒരിക്കലും ലഹരിയിലേക്ക് മടങ്ങരുത്. അത് മടങ്ങാതെ പിടിച്ചു നിർത്തേണ്ടത് മോളെ നീയാണ് പെങ്ങളെ. അതിന് റമളാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം പെങ്ങളെ. എല്ലാ പാപക്കറകളിൽ ഈ റമളാനിൽ നമ്മൾ വിട്ടു നിൽക്കണം പ്രിയപ്പെട്ടവരെ. വിട്ടു നിന്നിട്ട് കൽബിനെ നമ്മൾ അല്ലാഹുവിലേക്ക് തിരിക്കുക, മനസ്സിനെ അല്ലാഹുവിലേക്ക് തിരിക്കുക. മനസ്സറിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ്, എന്നോട് നീ പൊറുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ദുആക്ക് ആമീൻ പറയാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ കാത്തു നിൽക്കുന്നുള്ളെന്ന് മറന്നു പോവണ്ട. അല്ലാഹുവേ, ഞങ്ങൾ
ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ തെറ്റുകളെ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ തെറ്റുകളെ പൊറുക്കണേ അല്ലാ. ഒരു സുന്നത്ത് ചെയ്താൽ ഫർള് ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുന്ന റമളാൻ, ഒരു സുന്നത്ത് നിസ്കാരത്തിന്റെ ഫർളിന്റെ പ്രതിഫലം അല്ലാഹു തരുന്ന മാസമുണ്ടെങ്കിൽ അത് ഒരേ ഒരു മാസമായ റമളാൻ മാസമാണ്. നിങ്ങളോട് അറിവിന്ദിലാമില്ല മജ്ലിസിൽ പറഞ്ഞിരുന്നുവല്ലോ, ഭർത്താക്കന്മാരെ തൊപ്പി ധരിക്കണമെന്ന്, മക്കളെ തൊപ്പി ധരിക്കണമെന്ന്. അവരോട് പറയണം, മക്കളെ ഇത് റമളാനാണ്, തൊപ്പി ധരിച്ചൊരു ഫർളിന്റെ പ്രതിഫലം നമ്മളെ വാങ്ങണം. തൊപ്പി ധരിച്ചുകൊണ്ടൊരു ഫർളിന്റെ പ്രതിഫലം വാങ്ങണം മക്കളെ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് നല്ല നല്ല ഉപദേശങ്ങൾ നൽകുക. ഈ പുണ്യമായ റമളാൻ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന രൂപത്തിലാവണോ? ഇനി ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധമായ പുണ്യമായ റമളാൻ സുബഹിയുടെ മുന്നേ നമ്മൾ അത്താഴം കഴിച്ച് നിയ്യത്ത് വെച്ച് സുബഹി മുതൽ തുടങ്ങിയിട്ട് മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോ നോമ്പ് തുറക്കുമല്ലോ. ആ നോമ്പ് തുറക്കുന്നത് വരെ നമ്മുടെ നോമ്പ് മുറിയാൻ പാടില്ല. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇനി പറയുന്ന വിഷയം. മഗ്രിബ് വരെ നോമ്പ് മുറിയാതെ കൊണ്ട് നടക്കണം. പറ്റുമോ? അതിപ്പോ എന്തായാലും പറ്റുമല്ലോ ഉസ്താദേ. കാരണം എന്താ? അങ്ങനെ ചെയ്താലല്ലേ ഒരു നോമ്പിന്റെ കൂലിയിട്ടുള്ളൂ അല്ലേ? അങ്ങനെ ചെയ്താലല്ലേ ഒരു നോമ്പിന്റെ കൂലിയിട്ടുള്ളൂ. സംഗതി അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ചോദിക്കട്ടെ, മഗ്രിബ് വരെ റമളാന് മുറിയാതെ കൊണ്ട് നടക്കണം. നോമ്പ് മുറിയൽ എങ്ങനെയാ? നമ്മൾ അങ്ങനെ കരുതിയത്, നമ്മൾ കരുതാണ് വെള്ളം കുടിച്ചാല്, അല്ലെങ്കിൽ ആരും കാണാതെ ഒന്ന് മധുരം നോക്കിയാല്, അല്ലെങ്കിൽ ആരും കാണാതെ അടുക്കളയിൽ പോയി കണ്ട അള്ളിപ്പരിപ്പ് നിന്ന, അല്ലെങ്കിൽ ആരും കാണാതെ ഒരു ഈത്തപ്പഴം നിന്ന, നിങ്ങളെ കാര്യമല്ലേ പറഞ്ഞത് അല്ലേ? അങ്ങനെയാണോ നോമ്പ് മുറിയാ? അത് ഓക്കെ, അത് നോമ്പ് മുറി. അറിയാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്താവും? നോമ്പ് മുറി. ചില ആളുകളുണ്ട് അടുക്കളയിലൊക്കെ ചെന്നിട്ട്, ചില മക്കള് നമ്മളെ ചെറുപ്പത്തിലേക്ക്, ഞാനൊന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെയാണ് കരുതണ്ട. ചില ആളുകളൊക്കെ അടുക്കളയിൽ ചെന്നിട്ട് അറിയാതെ ഉമ്മച്ചി കാണാതെ എന്താവും, ഉല്ലാസ് വെള്ളം എടുത്തിട്ട് പെട്ടെന്ന് കുടിച്ചു, എന്നിട്ട് ചുരയൊക്കെ നല്ലതുപോലെ തോത്തും. കാരണം മൂത്ത് വെള്ളമൊന്നും കാണാൻ പാടില്ലല്ലോ, നല്ലതുപോലെ തോത്തും, നല്ലോണം തോത്തും. ചില ആളുകളെ പറഞ്ഞത് കേട്ടോ, എല്ലാരെയും അല്ല. അടുക്കളയിൽ ചെന്നിട്ടേ അങ്ങനൊന്നുമില്ലല്ലോ, ഇല്ല. പക്ഷെ അതല്ല, നോമ്പ് മുറിയാതെ കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ എന്താ? നോമ്പ് ഇൻഷാ അല്ലാഹ് നാളെ മുതല് നല്ല ചരിത്ര പ്രഭാഷണം തുടങ്ങാൻ കേട്ടോ. നല്ല ചരിത്ര പ്രഭാഷണം തുടങ്ങാണ്. മഹദിമാരുടെ കുടുംബജീവിതം ഇൻഷാ അല്ലാഹ് വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നിരിക്ക കുടുംബജീവിതം അല്ലെങ്കിൽ മഹദിമാരുടെ വിഷയം ചർച്ച ചെയ്യും നാളെ മുതൽ. ഇന്ന് നോമ്പായിക്കോട്ടെ, ഇന്നും നാളെയും നോമ്പിനെ കുറിച്ചിട്ടേക്കാം. നോമ്പ് മുറിയാന്ന് പറഞ്ഞാല് നമ്മൾ നോമ്പ് നോറ്റ് നമ്മളെ കണ്ണിന്റെ നോമ്പുണ്ട്. കണ്ണിന്റെ നോമ്പ് മഗ്രിബ് വരെ കണ്ണിന്റെ നോമ്പ് കൊണ്ടെടുക്കണം. അതിപ്പോ എങ്ങനെ കണ്ണിന്റെ നോമ്പ്? കണ്ണിന്റെ നോമ്പ് മഗ്രിബ് വരെ മുറിയാതെ കൊണ്ടെടുക്കണം. കാതിന്റെ നോമ്പുണ്ട്, ഈ രണ്ട് ചെവിക്ക് നോമ്പുണ്ട്. ഈ രണ്ട് ചെവിന്റെ നോമ്പ് മുറിയാതെ കൊണ്ടെടുക്കണം. നമ്മൾ കരുതിയത് വെള്ളം കുടിച്ചാതെ പോകാന്നില്ലതാ, മഗ്രിബ് വരെ വെള്ളം കുടിച്ചാതെ പോകാം, അങ്ങനെയാ? അതങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിന്റെ അപ്പുറം പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പൊ പറയാൻ പോണത്. അതേ പ്രകാരം നമ്മുടെ അവയവങ്ങൾക്കൊക്കെ നോമ്പുണ്ട്. നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ട്. ആ മുഴുവൻ അവയവങ്ങളുടെ നോമ്പും മുറിയാതെ കൊണ്ട് നടക്കണം. അതിന് പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. പറ്റുമോ? പറ്റുമെങ്കിൽ പറ്റും പറഞ്ഞളി, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞളി. ഇല്ലെങ്കിൽ ഇന്നോട് ഇല്ല പറഞ്ഞോണ്ട് കാര്യമൊന്നുമില്ല, പഠിച്ചവനോട് നമ്മളെ മറുപടി അറിയേണ്ടി വരും. അപ്പൊ നോക്കിയാ എങ്ങനെയാണ് കണ്ണിന്റെ നോമ്പ്? എന്താ? കണ്ണിന് നോമ്പുണ്ട്, നാവിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്, നമ്മുടെ ചിന്തകൾക്ക് ഖൽബിന് നോമ്പുണ്ട്, കയ്യിന് നോമ്പുണ്ട്, കാലിന് നോമ്പുണ്ട്, ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങൾക്കും നോമ്പുണ്ട്. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ്? എങ്ങനെ? നമ്മുടെ മുഴുവൻ അവയവങ്ങൾക്കും നോമ്പാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ലി, നബി മുഹമ്മദ് മുസ്തഫ.
മുഴുവൻ അവയവങ്ങൾക്കും നോമ്പാണ്. ഇനി പറയട്ടെ, ഏതാണ്? കണ്ണിന്റെ നോമ്പുണ്ട്. ആ കണ്ണിന്റെ നോമ്പ് മുറിയാതെ കൊണ്ട് നടക്കണമെങ്കിൽ മഗ്‌രിബ് വരെ, നോമ്പ് മുറിയണത് വരെ ഒരു ഹറാമായ ഒരു കാഴ്ചയും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ പാടില്ല. ഒരു ഹറാമായ കാഴ്ചയും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ പാടില്ല. അപ്പോഴാണ് കണ്ണിന്റെ നോമ്പ് പൂർത്തിയാവുക. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പാടാണ്, നല്ല പാടാണ്. അപ്പൊ നമ്മള് ഇപ്പോ ഒരു മൊബൈൽ നോക്കി, യൂട്യൂബ് തുറന്ന്, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കി, അപ്പൊ ഒരു ഹറാമായ ഒരു ഫോട്ടോ കണ്ട്, അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്ത കണ്ട്, അല്ലെങ്കിൽ ഒരു അന്യ പെണ്ണിനെ കണ്ട്, അല്ലെങ്കിൽ എന്താവട്ടെ, ഒരു ഉദാഹരണം ഏതും ആവാം. അപ്പൊ നമ്മൾ അറിയാതെ കണ്ടുപോയതല്ലേ ഉസ്താദേ, ഇപ്പൊ എന്താ ചെയ്യാം? മാക്സിമം നമ്മൾ കാണാതിരിക്കുക. അഥവാ അറിയാതെ കണ്ടാൽ പെട്ടെന്ന് കണ്ടതിൽ നിന്ന് പിൻവലിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അല്ലാഹുവേ ഞാൻ അറിയാതെ നോക്കിപ്പോയതാണ്, അസ്തഗ്ഫിറുല്ലാഹ്, എന്നോട് പൊറുക്കണേ അല്ലാഹ്, എന്നോട് മാപ്പാക്കണേ അല്ലാഹ്, മനസ്സറിഞ്ഞിട്ട് പറയാം. പിന്നെ അതിലേക്ക് നോക്കരുത്. പിന്നെ അത് കണ്ടിട്ട് അതന്നെയല്ലേ, തന്നെയാണോ, ഒന്നുകൂടി മീ അതിനാണ് അതിനല്ലേ, അതിന്റെ കണ്ണിനെ കഴിച്ചോ. അങ്ങനെ ആവരുത്, അങ്ങനെ ആവരുത് കേട്ടോ. കണ്ടാല് അത് തെറ്റാണെന്ന് കണ്ടാ പിന്നെ എന്ത് ചെയ്യരുത്? പിന്നെ അതിലേക്ക് നോക്കാൻ നിൽക്കരുത്, പിന്നെ അത് കാണാൻ നിൽക്കരുത്. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ ഇല്ല, എന്റെ കണ്ണിന്റെ നോമ്പ് പോകും. കണ്ണിന്റെ നോമ്പ് പോയിട്ട് പിന്നെന്ത് കാര്യമാണ്? കണ്ണിന് നോമ്പില്ല, വെറും നമ്മുടെ ശരീരത്തിന്റെ നോമ്പ്, നമ്മുടെ ഭക്ഷ്യ വെള്ളത്തിൽ നിന്ന്, വസ്തുക്കളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുകൊണ്ട് മാത്രമല്ലല്ലോ കണ്ണിന് നോമ്പില്ലെങ്കിൽ പിന്നെന്താ? അത് പ്രധാനല്ലേ? അത് പ്രധാനാണ്. കണ്ണ് പ്രധാനല്ലേ? കണ്ണ് പ്രധാനാണ്. അതേ പ്രകാരമാണ് നമ്മുടെ നാവിന്റെ നോമ്പ്. അരമ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, നാവിന്റെ നോമ്പിനെ നിങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കണേ സ്വഹാബ. നല്ലതുപോലെ നിങ്ങൾ നാവിന്റെ നോമ്പ് മുറിയാതെ നിങ്ങൾ കൊണ്ടു നടക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു കളവ് നമ്മളെ പറയരുത്, ഒരു ഗീബത്ത് നമ്മളെ പറയരുത്, ഒരു ഫസാദ് നമ്മളെ പറയരുത്, ഒരു ഏഷണി നമ്മളെ പറയരുത്. ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇങ്ങനെ കുറ്റം പറയുമ്പോ നമുക്ക് നല്ല സുഖമാ. മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയുമ്പോ നല്ല സുഖമാ. മറ്റുള്ളവരെ കുറിച്ച് കുറ്റവും കുറവും പറയുമ്പോ നമ്മളെ നാവിന് നല്ല സുഖമാണ്. മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോ നമ്മുടെ മനസ്സിനൊരു സുഖം കിട്ടും. അങ്ങനെയാണ് ചില ആളുകൾക്ക്, അങ്ങനെയാണ്. ഒരാളെങ്കിലും കുറ്റം പറയാൻ പറ്റൂല. അത് ഞാൻ നോമ്പാണെങ്കിലും ശരി, പെരുന്നാളാണെങ്കിലും ശരി, ഒരാളെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരാളെ കിട്ടണം. ഒരാളെങ്കിലും കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ ഓനൊന്ന് പള്ളിയിലെത്തും തീരൂല. അങ്ങനെ ആവരുത്. ഒരാളെ കുറ്റം പറഞ്ഞാല്, ഒരാളെ ഗീബത്ത് പറഞ്ഞാല്, ഒരാളെ നമീമത്ത് പറഞ്ഞാല് നമ്മളെ നാവിന്റെ നോമ്പ് സ്വഹ. അതാരെയാണോ പറഞ്ഞത് ഓൽക്ക് ആ നോമ്പ് പോകും. നമ്മളിപ്പോ നോമ്പ് വെച്ചിട്ട് ഒരാളെ നാവുകൊണ്ട് കുറ്റം പറഞ്ഞു, ആ നാവിന്റെ നോമ്പ് ഓൽക്ക് അല്ലാഹു എടുത്തു കൊടുക്കും. വെറുതെ കളയാൻ നിൽക്കണ്ട. നമ്മളെ നോമ്പ് നമ്മുടെ അയൽവാസികൾക്ക് കൊടുക്കാൻ നിൽക്കണ്ട. നമ്മളെ നോമ്പ് മരുകൾക്ക് കൊടുക്കാൻ നിൽക്കണ്ട. നമ്മുടെ നോമ്പ് അമ്മായിമാക്കും അമ്മോശനും കൂട്ടുകാർക്കും കൊടുക്കാൻ നിൽക്കണ്ട. നിങ്ങളെ നോമ്പ് ഇങ്ങക്ക് തന്നെ. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരാളെയും കുറ്റം പറയാൻ നിൽക്കണ്ട, ഒരാളെ കുറ്റവും കുറവും പറയാൻ നിൽക്കണ്ട. അത് കരുതിയിട്ട് ഇനിയിപ്പോ ഉമ്മന്നെ കുറ്റം പറയില്ല, ഉമ്മന്നെ ചീത്ത പറയില്ല, അതും പറഞ്ഞിട്ട് അടുക്കള ജോലി എടുക്കാതെയും പത്തിരി ഉണ്ടാക്കാൻ വരാതെയും റൂമിൽ പോയി കടന്നുറങ്ങാൻ നിൽക്കണ്ട. കാരണം എന്താ? കടന്നുറങ്ങിയ കുറ്റം പറയരുത് ഉസ്താദ് പറഞ്ഞു. അങ്ങനെയല്ല, ആ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. വെറുതെ കുറ്റവും കുറവും പറയരുത്. വെറുതെ കുറ്റവും കുറവും പറഞ്ഞിട്ട് നമ്മുടെ നാവിന്റെ നോമ്പ് നമ്മളെ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെയോ നമ്മുടെ കൈയിന്റെ നോമ്പ് നഷ്ടപ്പെടാൻ പാടില്ല, നമ്മുടെ കാലുകളുടെ നോമ്പ് നഷ്ടപ്പെടാൻ പാടില്ല. ഈ കൈകളെ കൊണ്ട് ഹറാമായതൊന്നും പിടിക്കാതെ, ഈ കൈകളെ കൊണ്ട് ഹറാമായതൊന്നും എടുക്കാതെ, മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ ഒന്നും നമ്മുടെ കൈ കൊണ്ടെടുക്കാതെ, ഈ കൈ
കൊണ്ട് ഒരാളെയും നമ്മളെ വേദനിപ്പിക്കാതെ, നമ്മുടെ കാലുകളെ കൊണ്ട് ഹറാമിലേക്ക് നടന്നു പോവാതെ, നമ്മുടെ കാലുകളെ കൊണ്ട് ഹറാമിലേക്ക് നടന്നു പോവാതെ, അതിനെല്ലാം പുറമേ നമ്മുടെ മനസ്സിന്റെ നോമ്പാ, നമ്മുടെ കൽബിന്റെ നോമ്പാ, നമ്മുടെ കൽബിന്റെ നോമ്പ് നമ്മളെ നഷ്ടപ്പെടുത്തരുത്. ഒരു വേണ്ടാത്ത ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ നോമ്പ് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ റബ്ബേ ഞങ്ങളെ കാക്കണേ അല്ലാ. എങ്ങനെയാണ് നബിയെ ഖാദിന്റെ നോമ്പ് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നതെന്ന്, ഖാദിന്റെ നോമ്പ് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നതെന്ന് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് മഹാന്മാരായ സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങൾ നോമ്പ് നോറ്റിട്ട് മറ്റുള്ളവരുടെ വേറെ ഒരാളെ കുറ്റവും കുറവും പറയുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാ നിങ്ങളെ കാതിന്റെ നോമ്പ് നഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ നമ്മുടെ നോമ്പിനെ നമ്മൾ നല്ലതുപോലെ കൊണ്ട് നടക്കുക. ഒരു അവയവത്തിന്റെ നോമ്പ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല, ഒരു അവയവത്തിന്റെ നോമ്പ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. പറഞ്ഞു പോയതിനെല്ലാം നമ്മൾ മാപ്പ് പറയുക. ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്, നോമ്പല്ലേ നീ എന്നോട് പൊറുക്കണം കേട്ടോ. ഞാൻ നിന്നെ കുറിച്ച് അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്, നോമ്പല്ലേ നീ എന്നോട് മാപ്പാക്കണം കേട്ടോ. ഞാൻ നിന്നെ കുറിച്ച് ഒരുപാട് പറഞ്ഞു പോയിട്ടുണ്ട്, നോമ്പല്ലേ എന്നോട് മാപ്പാക്കണേ, എന്നോട് മാപ്പാക്കണേ, എന്നോട് പൊറുക്കണേ എന്ന് പരസ്പരം പൊരുത്തപ്പെടിപ്പിച്ചിട്ട് പരിശുദ്ധമായ പുണ്യമായ റമളാൻ ഒരു ഭക്തി നിസ്കാരം നമുക്ക് ജമാഅത്ത് നഷ്ടപ്പെടാതെ, സുന്നത്തുകൾ പരസ്പരം എല്ലാ സുന്നത്തുകളും നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ ജീവിതത്തിലെ പതിവാക്കി, തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിലെ പതിവാക്കി, ഒരു സൽക്കർമ്മം നമ്മൾ വിട്ടുപോവാൻ പാടില്ല. ഉറങ്ങുകയാണെങ്കിൽ പോലും ആ ഉറക്കിന് പോലും പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. നൗമുസ്സായിമി ഇബാദാ, നൗമുസ്സായിമി ഇബാദാ. അല്ലാഹുവേ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാണ്, നോമ്പുകാരെ നിങ്ങളെ കിടന്നുറങ്ങുന്നത് പോലെ ഇബാദത്താണ്, നിങ്ങൾ ഉറങ്ങുന്നത് പോലെ ഇബാദത്താണെന്ന് മുത്ത് നബി പഠിപ്പിക്കുകയാണ്. വനഫസഹു തസ്ബീഹ്, ആ നോമ്പുകാരന്റെ ശ്വാസം പോലും തസ്ബീഹാണെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാ. നോമ്പുകാരുടെ ശ്വാസം പോലും തസ്ബീഹാണ്, നോമ്പുകാരുടെ ഉറക്ക് പോലും ഇബാദത്താണ്, നോമ്പുകാരുടെ വാസന പോലും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സുഗന്ധമുള്ളതാണ്. അല്ലാ ഞങ്ങളെ നോമ്പ് നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ റമളാൻ നീ സ്വീകരിക്കണേ അല്ലാ. ഉമ്മമാരെ, നമ്മൾ വീട്ടിൽ എടുക്കുന്ന ജോലികളുണ്ടല്ലോ, നല്ല നീയത്ത് വെക്കുക. നോമ്പുകാരായിട്ട് നിങ്ങളെ ഭർത്താവിന് നിങ്ങളെ ഭക്ഷണം പാചകം ചെയ്യുമ്പോ, നോമ്പുകാരായിട്ട് നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ ഭക്ഷണം പാചകം ചെയ്യുമ്പോ അല്ലാഹു അതിൽ വലിയ പ്രതിഫലമാണ് നമുക്ക് തരുന്നത്, മറന്നു പോവണ്ട. അല്ലാഹു അതിന് വലിയ പ്രതിഫലമാണ് നമുക്ക് തരുന്നത്. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. പുണ്യ റമളാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ റമളാൻ നിലാവ് കേൾക്കുന്ന മുഴുവൻ കുടുംബങ്ങളിലും ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ,
സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടി തരണേ അല്ലാ, ഞങ്ങളെ കടബാധ്യതകളെല്ലാം നീ വീട്ടി തരണേ അല്ലാ, ഞങ്ങളെ കടബാധ്യതകളെല്ലാം വീട്ടി തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ, രാജാതിരാജനായ അല്ലാ, ഈ പവിത്രമായ മജ്ലിസിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. ഒരുപാട് മുറാദുകൾ ഞങ്ങളെ മനസ്സിലുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ട്. എല്ലാം നീ സാധിപ്പിച്ചു തരണേ റഹ്മാൻ. കഴിഞ്ഞ റമദാനിൽ ഞങ്ങളെ ഉമ്മയുണ്ടായിരുന്നുവല്ലോ, കഴിഞ്ഞ റമദാനിൽ ഞങ്ങളെ പ്രിയപ്പെട്ട ബാപ്പയുണ്ടായിരുന്നുവല്ലോ. പലരും ഇന്ന് ഖബറിലാണ് റബ്ബേ, പലരും ഇന്ന് ഖബറിലാണ് അല്ലാ. ആ ഖബറുകളെല്ലാം നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ റഹ്മാനെ, ആ ഖബറുകളെല്ലാം നീ വിശാലമാക്കണേ റഹ്മാനെ. അവരുടെ ഖബറിടങ്ങളെല്ലാം നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റണേ അല്ലാ. പടച്ചവനെ, കമന്റിലൂടെ ദുആ കൊണ്ട് ഏൽപ്പിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്. അവരുടെ വിഷമങ്ങളാണ് അവരെ എഴുതുന്നത്, അവരെ പ്രയാസങ്ങളാണ് അവരെ എഴുതുന്നത്, അവരെ സങ്കടങ്ങളാണ് അവരെ എഴുതുന്നത്. അല്ലാ യാ റബ്ബ് യാ അല്ലാ, എല്ലാം നീ സലാമത്താക്കണേ അല്ലാ. നോമ്പുകാരന്റെ അമലുകൾക്ക് ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. നോമ്പ് നോറ്റ ഒരാള്, നോമ്പുകാരൻ ഏത് സൽക്കർമ്മങ്ങളാണോ ചെയ്യുന്നത്, ഒരു ഫർള് ചെയ്യുമ്പോ അതിന്റെ ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകുകയാണ്. ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്ന 70 ഇരട്ടി പ്രതിഫലം പരിശുദ്ധ റമളാൻ ഒരു സൽക്കർമ്മത്തിന് അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പരിശുദ്ധ റമളാനിന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് തരട്ടെ, പുണ്യമായ റമളാനിന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.